ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഇന്നും ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ്. ഇന്ന് ഫുജൈറയിലേക്കൊന്ന് പോകുന്നതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെയുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 10-12 വർഷമായിട്ടുണ്ടാവും ഫുജൈറയിലേക്ക് പോയിട്ട്. മോളിടക്ക് ഫ്രണ്ടിൻ്റെ കൂടെ പോവാറുണ്ട്. മോള് ചെറുതായിട്ടുണ്ടാകുമ്പോൾ പോയതാണ്. ആ സമയത്തും ചൂടുള്ള സമയത്ത് തന്നെയാണ് പോയത്. ഇപ്പോൾ അവിടേക്കുള്ള റോഡുകൾ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. വലിയ വലിയ മലകളുടെ ഇടയിൽ കൂടി റോഡുള്ളത്. നല്ല രസം അതിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടി. രാവിലെ നേരത്തെ തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും അവിടത്തേക്ക്. തലേന്ന് രാത്രി ഒരു ഫങ്ഷനൊക്കെ പോയി വന്ന് കിടന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് രാവിലെ എണീക്കുന്നതും ലേറ്റായി. അങ്ങനെ 11 മണിയാകുമ്പോൾ അവിടെ എത്തുമെന്ന് പറഞ്ഞ് നമ്മൾ 1:30 ആകുമ്പോഴേക്കും അവിടെ എത്തിയത്. നല്ല ഭംഗിയാട്ടോ ഈ റോഡിലൂടെ ഇങ്ങനെ പോവാൻ. ചുറ്റും മലകളല്ലേ. റോഡിലേക്ക് കല്ല് വീഴാതിരിക്കാൻ വേണ്ടി അതിന് ചുറ്റും കമ്പിവേലി കെട്ടി വെച്ചിട്ടുണ്ട് അവർ. ഈ റോഡിലേക്കൂടി പോകുമ്പോൾ എടുത്ത വീഡിയോസ് തന്നെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒക്കെ കട്ട് ചെയ്തതാണ്. കാരണം എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള വിഷ്വൽസാണ് ഉള്ളത്. അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും കണ്ട് ബോറാവും. അതുകൊണ്ട് ഞാൻ കുറേ കട്ട് ചെയ്ത് വിട്ടു. ഇപ്പം തന്നെ എല്ലാവർക്കും ബോറായിട്ടുണ്ടാവും. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. കുറച്ച് നിങ്ങൾ ഫോർവേഡ് അടിച്ച് വിട്ടോ, എന്നിട്ട് കണ്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ ഫുജൈറ മോളിലും കയറിയിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. 3 ദിവസത്തെ ലീവ് ഉള്ളത് കൊണ്ട് അങ്ങനെ. പിന്നെ രാവിലെ ആയതുകൊണ്ടായിരിക്കും കൂടുതൽ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. 1 മണിയായിട്ട് നമ്മൾ എത്താത്തത് കണ്ടപ്പോൾ അവർ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ട്രാഫിക് ബ്ലോക്കിലൊന്നും അധികം പെട്ടിട്ടില്ല. എന്നിട്ടും 1.5 മണിക്കൂർ എടുത്തു അവിടെ എത്താൻ. അപ്പോൾ സാധാ ലീവ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇതിലും കുറച്ചും കൂടി സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. നമ്മളവിടെ എത്തുമ്പോഴേക്ക് അവർ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 1:30 കഴിഞ്ഞല്ലോ എത്തുമ്പോൾ. അപ്പോൾ അൽബൈക്കിലെ ബിരിയാണിയാണ് ഉണ്ടായത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അതിന്. ഇതുവരെ അൽബൈക്കിലെ ബിരിയാണി കഴിച്ചിട്ടില്ല. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ബിരിയാണിയാണ് അത്. നമ്മൾ പോകുന്ന ദിവസം അവർ ഫാസ്റ്റിങ്ങിലായിരുന്നു. അതുകൊണ്ട് അവർ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ അവരുണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ബിരിയാണിയൊക്കെ, ഫിഷ് ബിരിയാണിയൊക്കെ മുമ്പ് മോള് പോയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊടുത്തു വിട്ടിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അതൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കാരണം മറന്നുപോയതാ. അവരവിടെ ചെറിയൊരു വില്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് പച്ചക്കറികളൊക്കെ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നല്ല ചൂടല്ലേ, അതുകൊണ്ട് കുറേ ഭാഗം കരിഞ്ഞു പോയിട്ടുണ്ട്. അതവരവിടെ വളർത്തുന്ന തത്തമ്മയാണ്. അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴുള്ള ഒച്ചയും ബഹളമൊക്കെ കേട്ടത്. പിന്നെ കുട്ടികൾ താഴെ നിന്നിങ്ങനെ ചെറിയൊരു ബോക്സ് ഇങ്ങനെ ഇണക്കിയിട്ട് സൗണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ ഒച്ചയാക്കുന്നത്. പുതിന, കറിവേപ്പില, പിന്നെ മുരിങ്ങ, അതൊക്കെയാണ് ഇപ്പം ബാക്കിയുള്ളത്. കയ്പൊക്കെ ഉണ്ട്, പടർന്നിട്ടിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അതിൽ കയ്പൊക്കെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിത്യവഴുതിനൻ്റെ വിത്ത് തന്നിട്ടുണ്ട് എനിക്ക്. ഞാനിവിടെ വിൻ്റർ ആകുമ്പോൾ ചെറുതായിട്ട് പച്ചക്കറിയൊക്കെ വിത്തിടാറുണ്ട്. പക്ഷേ ചില സമയത്ത് മാത്രമേ ആവാറുള്ളൂ.
ഞാനിങ്ങനെ സമ്മറാകുമ്പം തന്നെ വിത്തുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും. നമ്മളിവിടെ ഉപയോഗിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഉണക്കി അങ്ങനെയൊക്കെ എടുത്ത് വെക്കും. വിൻ്റർ ആകുമ്പോൾ ഒക്കെ നട്ട് പിടിപ്പിക്കും. പക്ഷേ ചിലതൊന്നും ശരിയാവില്ല, ചിലതൊന്നും വളർന്നു വരും. പക്ഷേ അതിനകത്ത് അങ്ങനെ കായ് ഒന്ന് ഉണ്ടായാലായി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടുതലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കുറേ നാൾ മുമ്പ് കുറച്ച് തക്കാളി ഉണ്ടായി, അതുമാത്രം, വേറെ അങ്ങനെ കൂടുതൽ ഉണ്ടാവാറില്ല. പക്ഷേ എല്ലാ വർഷവും ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലും ആയിട്ട് ഞാനൊന്ന് വിത്തിട്ട് നോക്കും, ശരിയാവുമോ നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുരിങ്ങാച്ചപ്പ് പറിക്കുന്നതാണ്. എപ്പോഴും ഇവിടെ വന്നിട്ട് വരുമ്പോൾ കൊണ്ടുതരുന്നതാണ് മുരിങ്ങാച്ചപ്പ്, ഇങ്ങനെ കറിവേപ്പില എല്ലാം നമുക്കെല്ലാം പാർസൽ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നമ്മൾ സ്വന്തം വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഓരോന്ന് എടുത്ത് വരില്ലേ, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും അവരെന്തൊക്കെ തരാൻ പറ്റുമോ അതൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അവർ താമസിക്കുന്നതിന് ചുറ്റും വലിയ മലകളുണ്ട്, അതിലൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ നല്ല ചൂടായതുകൊണ്ട് ആ വഴിക്കേക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 3:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് അൽ ഹെഫായ ലേക്ക്, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യേണ്ടത്, അൽ ഹെഫായ ലേക്ക്. ഞാനും മക്കളും മാത്രം ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ നമുക്കവിടെ പുറത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. അവിടെ ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മക്കൾ കുറച്ച് സമയം അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് ചെറുതായി ആടി. പക്ഷേങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. ഈ ബോട്ടിങ് നടക്കുന്ന സ്ഥലം അവർ വെള്ളം അവിടെ മലകളിൽ നിന്ന് വരുന്ന വെള്ളം താഴെ ഇങ്ങനെ ഹോള് കൊടുത്ത് അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇനി അടുത്ത പോകുന്നത് ഹാങ്ങിങ് ഗാർഡനിലേക്കാണ്. ഹാങ്ങിങ് ഗാർഡൻ തുടങ്ങി അന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്, ഇപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടായത്. ഞാനും ഫെലൂട്ടനും കൂടിയിട്ട് ഉള്ളിലേക്ക് കയറാനുള്ള ഇതിലിങ്ങനെ നിൽക്കുന്ന. ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത് 5 ദിർഹംസാണ്. പിന്നെ പാർക്കിംഗ് ഫീ അവർ ഓൺലൈനാണ് അടക്കാൻ പറയുന്നത്. 3 ദിവസത്തിനുള്ളിൽ അടക്കണമെന്ന്. 3 ദിവസം കഴിഞ്ഞിട്ട് അത് അടക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഫൈനും ഉണ്ട് അതിന്. ഇവിടെ കാണാൻ വേണ്ടി ഏറ്റവും ഭംഗി രാത്രിയാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടത്. പക്ഷേ നമ്മൾ എത്തിയതൊരു 4:30-5 മണി സമയത്താണ്. അപ്പം ലൈറ്റൊന്നും ഉണ്ടായിട്ടില്ല. അത് ആവുന്നത് വരെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമും നമുക്കില്ല. നമ്മളതുകൊണ്ട് കുറച്ച് സമയം അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ വീഡിയോ എടുത്ത് പിന്നെ ഫെലൂട്ടൻ കുറച്ച് അവിടെയുള്ള പാർക്കിലൊക്കെ ഇങ്ങനെ കളിച്ച് എന്നിട്ട് നമ്മൾ തിരിച്ചു വരിക ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താം. ഇതിൻ്റെ 2ാം ഭാഗം ഞാൻ അടുത്ത് തന്നെ ഇടാം, കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.